നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പമായിരിക്കുമെന്ന് PV അൻവർ. സ്വജനപക്ഷപാതം നടത്തിയും അഴിമതി നടത്തിയും സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും അൻവർ. കരപ്പുറത്തിന്റെ പഴനിമല എന്നറിയപ്പെടുന്ന പുത്തനമ്പലം ചെറുവാർണം ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 11-നാണ് പ്രസിദ്ധമായ തൈപ്പൂയ മഹോത്സവം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC-യിലെ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. വിശദമായ വാർത്തകൾ. 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കുവാൻ കഴിഞ്ഞതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. കാട്ടൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച വാട്ടർ ടാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കാട്ടൂരിൽ 6.22 കോടി രൂപ മുടക്കി നിർമ്മാണം പൂർത്തീകരിച്ച വാട്ടർ ടാങ്കിന്റെ ഉദ്ഘാടനവും 38 കോടി രൂപയുടെ കുടിവെള്ള വിതരണ ശൃംഖലയുടെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമുക്ക് ഏറ്റവും അനിവാര്യമായി തീരുന്നത് ശുദ്ധജലമാണ്. ഒരുപക്ഷെ കേരളത്തിൽ പൊതുവിൽ അങ്ങനെ വലിയ ആശങ്ക ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനമല്ല. ഇതിന്റെ പ്രധാന കാരണം ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു സംസ്ഥാനം. 44-ലധികം നദികളുണ്ട് കേരളത്തിൽ. പുഴകൾ, തടാകങ്ങൾ, അരുവികൾ, നീർച്ചാല്, എവിടെ നോക്കിയാലും വെള്ളം. കൂടാതെ തീരദേശവും കടലും കടൽക്ഷോഭവും എല്ലാം കണ്ട് ആ നിലയിലെല്ലാം വെള്ളത്തെക്കുറിച്ച് ആശങ്കയില്ലാതെ വളർന്നു വരുന്നൊരു സമൂഹത്തിൽ കുടിവെള്ള ലഭ്യത കുറഞ്ഞു വരുന്നു. കാണേണ്ടത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴുകയാണ്. ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകൾ നഷ്ടമാകുന്നു. 17 ലക്ഷം കുടുംബങ്ങളിൽ മാത്രം ശുദ്ധജലം എത്തിച്ചിരുന്ന സ്ഥാനത്താണ് ഇത്രയും കണക്ഷനുകൾ കുറഞ്ഞ കാലയളവിൽ നൽകാൻ കഴിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരുന്നുണ്ട്. ഭൂഗർഭജലം കുറയുന്നതാണ് കാരണം. എന്നാൽ ഇത് ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നില്ലെന്നും ജലജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ സംസ്ഥാനം വിജയകരമായി നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 38 കോടി രൂപയുടെ കുടിവെള്ള വിതരണ ശൃംഖലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2026 ഫെബ്രുവരിയിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. PP ചിത്രരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജല അതോറിറ്റി ബോർഡ് അംഗം R സുഭാഷ്, ആര്യേട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സംഗീത, വൈസ് പ്രസിഡന്റ് TP ഷാജി, സ്ഥിരം സമിതി അധ്യക്ഷരായ PJ ഇമ്മാനുവൽ, ഷീല സുരേഷ്, NJ അരിമോൾ, ജനപ്രതിനിധികളായ സരസകുമാർ, സേവ്യർ മാത്യു, ജല അതോറിറ്റി ചീഫ് എഞ്ചിനീയർ VK പ്രദീപ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ M ഹരികൃഷ്ണൻ, മറ്റ് വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. KMCN ആലപ്പുഴ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പമായിരിക്കുമെന്ന് PV അൻവർ വ്യക്തമാക്കി. സ്വജനപക്ഷപാതം നടത്തിയും അഴിമതി നടത്തിയും സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും PV അൻവർ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭാ തീരുമാനങ്ങൾ മന്ത്രിമാർ അറിയുന്നില്ലെന്നും മന്ത്രിസഭ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാറിയെന്നും ഒരു ഏകാധിപതിയിലേക്ക് കേരളത്തിലെ ഭരണം മാറിയെന്നും PV അൻവർ ആരോപിച്ചു. ടോളിനെതിരെ സമരം നടത്തിയവരാണ് LDF എന്നും ഇപ്പോൾ അവരാണ് ടോൾ പിരിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇവിടെ ടോളിന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ളവർ ടോൾ ഏർപ്പെടുത്തിയപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും അതിന് സമരം ചെയ്യുകയും അക്രമ സമരങ്ങളിലേക്ക് വരെ പോവുകയും ചെയ്ത ഒരു പാർട്ടിയും അതിന്റെ മുന്നണിയാണ്. ഈ ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇനി ടോൾ പിരിക്കാൻ പോവുകയാണ്. ആലപ്പുഴ അങ്ങാടിക്ക് ചുറ്റും, ഈ മുനിസിപ്പാലിറ്റിക്ക് ചുറ്റും നിങ്ങൾ നടന്നാൽ എത്രയോ റോഡുകൾ കിഫ്ബി വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ നികുതി ചുമത്താൻ തുടങ്ങിയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും 2 കാലിച്ചായ കുടിക്കാൻ പോക്കറ്റിൽ വെച്ച 100 രൂപ ഈ സർക്കാരിന്റെ പിച്ചച്ചട്ടിയിലേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞു കൊടുക്കേണ്ട ഗതികളിലേക്ക് കേരളം പോവുകയാണ്. മാത്രമല്ല, പത്രക്കാരായ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, ഈ കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ സർക്കാരിന്റെ നയം എന്തായിരുന്നു നിയമസഭയിൽ പറഞ്ഞിരുന്നത്? ഇത് നാടിന്റെ പൊതുവായ വികസനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ പണം കിട്ടാത്തത് കൊണ്ട് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വിവിധ ബാങ്കുകളിൽ നിന്ന്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് അത് വെച്ച് കേരളത്തിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ മലയോര യാത്രയ്ക്ക് ശേഷം UDF യോഗം ചേരുമെന്നാണ് അറിഞ്ഞതെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം തന്നെയായിരിക്കുമെന്നും അൻവർ പറഞ്ഞു. KMCN ആലപ്പുഴ. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ പെരുന്തുരുത്തുകരി പാടശേഖരത്തിൽ നബാർഡ് സഹായത്തോടെ 6.5 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു.
കഴിഞ്ഞ 2.5 വർഷക്കാലം കൊണ്ട് 17 എന്നുള്ളത് 40 ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 40 ലക്ഷം കുടുംബങ്ങളിൽ. ശേഷിക്കുന്ന 30-31 ലക്ഷം കുടുംബങ്ങളിൽ നമുക്ക് ഈ 1.5 വർഷക്കാലം കൊണ്ട് ഈ വെള്ളം എത്തിക്കണം. 23% നമുക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്നത്. അത് 54% കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിൻ്റെ കണക്കാണ്. അതുകൊണ്ട് ആശങ്കയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ല. നമുക്ക് സുധീരമായി മുന്നോട്ട് പോകാൻ കഴിയും. ഈ നിയോജക മണ്ഡലത്തിലെയും അതോടൊപ്പം ആലപ്പുഴ ജില്ലയിൽ പൊതുവിലും ഈ മാറ്റങ്ങൾക്കെല്ലാം പ്രചോദകമായി നിൽക്കുന്ന MLA-മാരും പ്രവർത്തനവും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമായി തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. സെൻട്രൽ ചാൽ ആഴം കൂട്ടൽ, ബണ്ട് നിർമ്മാണം, കൽക്കെട്ട് നിർമ്മാണം, റോഡ് നിർമ്മാണം തുടങ്ങിയ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കാർഷികോൽപാദനം കൂട്ടാനും വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനുമാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടനാടിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മുൻകാലങ്ങളെക്കാൾ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക താൽപര്യത്തോടെ വികസന പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ കരുവേലി പാടശേഖരത്തിന്റെ വികസനത്തിനായി 50 ലക്ഷം അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് TV അജിത് കുമാർ, ചീഫ് എഞ്ചിനീയർ ശ്രീകല CK, PA ജുമൈലത്ത്, PA സബീന, MV സുനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. KMCN ആലപ്പുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTCയിലെ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്കുന്നത്. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, 31% DA കുടിശ്ശിക അനുവദിക്കുക, റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF-ന്റെ പണിമുടക്ക്. ഇന്ന് രാത്രി 12 വരെയാണ് പണിമുടക്ക്. അതേസമയം പണിമുടക്കാത്ത ജീവനക്കാരെ ഉപയോഗിച്ച് പരമാവധി സർവീസുകൾ നടത്താനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 5 വരെ റേഷൻ വിതരണം നീട്ടിയതായി മന്ത്രി GR അനിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി 5 വരെ നീട്ടി. ഫെബ്രുവരി 6-ന് അവധിയായിരിക്കും. മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അവധി. 7-ാം തീയതി മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കരപ്പുറത്തിന്റെ പഴനിമല എന്നറിയപ്പെടുന്ന പുത്തനമ്പലം ചെറുവാരണം ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം 11-നും 11:30-നും മധ്യേയാണ് ഉത്സവത്തിന് കൊടിയേറിയത്. കൊടിയേറ്റിലും തുടർന്ന് നടന്ന കൊടിയേറ്റ് സദ്യയിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഫെബ്രുവരി 7-ന് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികം നടക്കും. ഫെബ്രുവരി 11-നാണ് പ്രസിദ്ധമായ തൈപ്പൂയ മഹോത്സവം. ദേവസ്വം ആക്ടിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ഷാജി, സെക്രട്ടറി K ഷിബു, ട്രഷറർ K ചിദംബരൻ എന്നിവർ ഉത്സവ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. KMCN ആലപ്പുഴ. ചിക്കരക്കുട്ടികളുടെ പൂങ്കാവനമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഫെബ്രുവരി 6-ന് കൊടിയേറും. ഇതിനു മുന്നോടിയായി കൊടിയേറ്റ് സദ്യയ്ക്കുള്ള വാഴക്കുലകളുടെ വിളവെടുപ്പ് നടന്നു. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന കൊടിയേറ്റ് സദ്യയ്ക്കുള്ള വാഴക്കുല വിളവെടുപ്പ് വെറൈറ്റി ഫാർമർ സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എന്നെ വിളിച്ചവര് ഒരു പുതുമയാണ്. കാരണം ഇവിടെ ഒരുപാട് പ്രധാനപ്പെട്ടവരൊക്കെ ഉണ്ടായിട്ടും ഒരു കർഷകൻ എന്ന നിലയിൽ എന്നെ വിളിച്ചതിൽ ഏറെ അഭിമാനം. ഇപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ വൈസ് പ്രസിഡന്റ് കൃഷി ടീമൊക്കെ കഞ്ഞിക്കുഴിയൊക്കെ ഇരുന്നാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു എങ്ങനെയൊക്കെ കൃഷി നടത്തണം എന്നുള്ള വ്യക്തമായ ധാരണയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ വലിയൊരു ഉണർവ് ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗ്രൂപ്പുകളൊക്കെ എല്ലാം ആക്റ്റീവായിട്ട് നന്നായിട്ട് നടക്കുന്ന ഒരു കൃഷിയൊക്കെ നന്നായിട്ട് നടക്കുന്ന പ്രദേശമാണ്. പ്രത്യേകിച്ച് കണിച്ചുകുളങ്ങര ഉത്സവമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇവിടെ വാഴക്കുല സമർപ്പണം അല്ലേ, നാടിൻ്റെ ഒരു തനത് വിള ഒരു ഭക്ഷണമായിട്ട് മാറുമ്പോൾ അവിടെ 10,000-കണക്കിന് ആൾക്കാരാണ് ആ ദിവസം കൊടിയേറ്റ് ദിവസം വന്ന് കഴിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CC ഷിബു അധ്യക്ഷത വഹിച്ചു. KK കുമാരൻ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചെയർമാൻ S രാധാകൃഷ്ണൻ,
ടി.എസ്. സുഖലാൽ, പി.ജെ. സജിമോൻ, എൻ. ശൈലജ, പി. നിതിൻ, കൃഷി ഓഫീസർ ജാനിഷ് റോസ്, കൃഷി അസിസ്റ്റന്റ് സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും മേൽനോട്ടത്തിൽ വാർഷിക പദ്ധതിയിൽ 35 ഗ്രൂപ്പുകൾക്ക് വാഴവിത്തും വളവും നൽകിയാണ് കൃഷി നടപ്പിലാക്കിയത്. മാസങ്ങൾക്ക് മുമ്പേ തന്നെ വാഴകൃഷി തുടങ്ങിയിരുന്നു. കൊടിയേറ്റ് സദ്യയിലെ പ്രധാന വിഭവമാണ് ഈ പാളയന്തോടൻ കായ കൊണ്ടുള്ള കറി. ഉദരരോഗങ്ങൾക്കുള്ള ഔഷധമായാണ് ഭക്തർ ഇത് സേവിക്കുന്നത്. ഫെബ്രുവരി 6-നാണ് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ കൊടിയേറ്റ്. KMCN ആലപ്പുഴ. പ്രസിദ്ധമായ വളവനാട് പുത്തൻകാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റ് ദർശിക്കുവാൻ 100 കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 8:30-നും 9-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ് വളവനാട് പുത്തൻകാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറിയത്. ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ കൊടിയേറ്റ് ദർശിക്കാനെത്തിയിരുന്നു. തുടർന്ന് കൊടിയേറ്റ് സദ്യയും നടന്നു. ഫെബ്രുവരി 11-നാണ് താലിച്ചാർത്ത് മഹോത്സവം. 14-ന് വടക്കേ ചേരുവാര മഹോത്സവവും 15-ന് തെക്കേ ചേരുവാര മഹോത്സവവും നടക്കും. വടക്കുപുറത്തെ കുരുതിയോടെ സമാപിക്കുന്ന തിരുവുത്സവാഘോഷത്തിൽ കുരുത്തോല പടയണി, ചൂട്ടുപടയണി, താലപ്പൊലി, വേലതുള്ളൽ, വിവിധ കലാരൂപങ്ങളുടെ പ്രദർശനം, വെടിക്കെട്ട്, ദീപക്കാഴ്ച, നാടകം, ഗാനമേള, നാടൻപാട്ട് തുടങ്ങി വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ഫെബ്രുവരി മാസം 11-ാം തീയതി രാവിലെ 11-നും 11:45-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ്. അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് കുരുത്തോല പടയണിയാണ്. കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളിലില്ലാത്ത തരത്തിലുള്ള ഒരു ഉത്സവമാണ് കുരുത്തോല പടയണി എന്ന് പറയുന്നത്. ചൂട്ടുപടയണിയും വേലപടയണിയും ക്ഷേത്രങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂറുള്ള ക്ഷേത്രം നിലവിലുണ്ടെങ്കിലും വളവനാട് ക്ഷേത്രത്തിലാണ് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി അന്നം ഭരിച്ചുകൊണ്ടുള്ള വേലതുള്ളലും ചൂട്ടുപടയണിയും നടക്കുന്നത്. ചൂട്ടുപടയണിയിലും വേലതുള്ളലും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ലിംഗഭേദമില്ലാതെ ഒത്തൊരുമിച്ച് ഭക്തരെല്ലാവരും കൂടി അവിടെ കരക്കാരിൽ 13 കരക്കാരോട് ഒരുമിച്ചുകൊണ്ട് വളരെ ആർഭാടപൂർവ്വം സംഗീതത്തിലേക്ക് തുള്ളി വരുന്നതാണ് വേലതുള്ളലും ചൂട്ടുപടയണിയും. 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത്. KMCN ആലപ്പുഴ. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ തീരങ്ങളിൽ ബുധനാഴ്ച രാവിലെ 5:30 മുതൽ വൈകുന്നേരം 5:30 വരെ 0.2 മുതൽ 0.6 മീറ്റർ വരെയും, തമിഴ്നാട് തീരത്ത് 0.5 മുതൽ 0.7 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. മറ്റൊരറിയിപ്പ്. ചേർത്തല 66 kV സബ്സ്റ്റേഷന്റെ ഷട്ട് ഡൗൺ മെയിൻ്റനൻസ് ഫെബ്രുവരി 5-ന് നടക്കുന്നതിനാൽ ചേർത്തല വെസ്റ്റ് ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായോ പൂർണ്ണമായോ വൈദ്യുതി മുടങ്ങും. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പമായിരിക്കുമെന്ന് PV അൻവർ. സ്വജനപക്ഷപാതം നടത്തിയും അഴിമതി നടത്തിയും സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും അൻവർ. കരപ്പുറത്തിന്റെ പഴനിമല എന്നറിയപ്പെടുന്ന പുത്തനമ്പലം ചെറുവാർണം ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 11-നാണ് പ്രസിദ്ധമായ തൈപ്പൂയ മഹോത്സവം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC-യിലെ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.